Hi friends, welcome to TechiSpace Malayalam. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മന്ത്ലി വീക്ക്ലി ഗിവുകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme 6ന്റെ PUBG ഗെയിമിംഗ് ആണ്. എത്ര ഗ്രാഫിക്സ് റേറ്റിൽ, എത്ര ഫ്രെയിം റേറ്റിൽ നമുക്ക് PUBG Realme 6ൽ കളിക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി Realme 6ൽ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഫ്രെയിം ഡ്രോപ്സ് ഉണ്ടോ? ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ PUBG ഗെയിമിംഗ് റിവ്യൂവിൽ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഗെയിമിംഗിലേക്ക് പോകാം. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 62%, ടെമ്പറേച്ചർ 26.8 ഡിഗ്രി. നമുക്ക് റിയൽമി 6ൽ PUBG അൾട്രാ ഫ്രെയിം റേറ്റ് HDR ഗ്രാഫിക്സ് റേറ്റിൽ വരെ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഡിഫോൾട്ട് സെറ്റിംഗ്സ് വരുന്നത് HD ഗ്രാഫിക്സ് ഹൈ ഫ്രെയിം റേറ്റ് ഓപ്ഷനാണ്. നമ്മളിപ്പോൾ കളിച്ചു നോക്കാൻ പോകുന്നത് ഡിഫോൾട്ട് സെറ്റിംഗ്സിലാണ്. അപ്പോൾ ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ PUBG എത്ര ഭംഗിയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് നോക്കാം. റിയൽമി 6ൽ ഹീലിയോ G90T പ്രോസസ്സറാണ് വരുന്നത്. നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപൂർവം ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗെയിം കളിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഹൈ ഫ്രെയിം റേറ്റും HD ഗ്രാഫിക്സിലുമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ഫ്രെയിം ഡ്രോപ്പ് ഇടയ്ക്ക് നമുക്ക് കാണാനായിട്ട് ഇടവരുന്നത്. പക്ഷെ ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ലാഗൊന്നും നമുക്ക് ഗെയിം കളിക്കാനിടയിൽ വരുന്നില്ല. കാരണം ഓൾറെഡി 6GB റാം വേരിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് 6GB റാം വേരിയൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 15 രൂപ 16 രൂപ ബഡ്ജറ്റിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം തീർച്ചയായും റെഡ്മിയുടെ Note 9 Pro, അതുപോലെ തന്നെ റിയൽമിയുടെ തന്നെ 6 Pro, റിയൽമി X2, സാംസങ് M31 എന്നീ ഫോണുകളൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം മനോഹരമായിട്ട് ഗെയിമിംഗ് പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കാരണം മറ്റു ഫോണുകളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് സാംസങ് M31 കാണാനായിട്ട് സാധിച്ചത്. നല്ലൊരു ഗെയിമിംഗ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഒരു സൂപ്പർ എമോൾഡ് ഡിസ്പ്ലേ ആയതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ബാറ്ററി പിന്നെ അതുപോലെ തന്നെ ഓവർ ഹീറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല സാംസങ് M31. അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ് M31 ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എന്നിരുന്നാലും ഇനി നമ്മൾ വരാനിരിക്കുന്ന ഫോണുകൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. റിയൽമിയുടെ തന്നെ 6 Pro ആണെങ്കിലും അതുപോലെ തന്നെ റെഡ്മിയുടെ Note 9 Pro, Pro Max എന്നീ ഫോണുകൾ വന്നു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഫോണുകളിൽ ഏറ്റവും നല്ലൊരു ഗെയിമിംഗ് ഫോൺ എത്രത്തോളം പെർഫോമൻസ് വ്യത്യാസമുണ്ട് ഗെയിമിങ്ങിൽ അതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ നമുക്ക് PUBG കളിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഗെയിമിങ്ങിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കളയുന്ന രീതിയിലുള്ള ഒരു ലാഗോ ഒരു ഫ്രെയിം ഡ്രോപ്പോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ചെറിയ നെഗ്ലക്റ്റ് ചെയ്യാവുന്ന ഫ്രെയിം ഡ്രോപ്സ് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ.
നമ്മളിപ്പോൾ കുറച്ച് നേരം പബ്ജി കളിച്ചു. 56% ആണ് ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ. ടെമ്പറേച്ചർ 38.6 ഡിഗ്രി ആണ്. അത് അത്ര ഒരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നല്ല, പക്ഷേ ഒരു 39-40 നോർമലി ഫോണുകൾക്ക് വരാറുള്ളതാണ്. ഒരുവിധം മോഡലുകളിലൊക്കെ നമ്മളത്തരം ഒരു ടെമ്പറേച്ചർ ലെവൽ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ലെവലാണ് കിട്ടുന്നത്. അവിടെ പോസിറ്റീവ് എന്ന് പറയാനുമില്ല, എന്നാൽ നെഗറ്റീവ് എന്ന് പറയാനുമില്ല. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മന്ത്ലി വീക്ക്ലി ഗിവുകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.